കണ്ണൂർ ആലക്കോട് തേർത്തല്ലിയിൽ മണലിൽ കുടുംബത്തിൽ ഫ്രാൻസിസ് മാത്യു, റോസമ്മ മാത്യു ദമ്പതികളുടെ മകനും ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ രൂപതയിലെ മിഷണറി വൈദികനുമായ ഫാദർ ജോസഫ് മണലിൽ. ഞാൻ 70 അടുത്ത് വയസ്സുള്ള 12 വർഷം മാത്രം വൈദിക ശുശ്രൂഷ ചെയ്ത ഒരു വൈദികനാണ്. എൻ്റെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും മരിച്ചുപോയി. ഫ്രാൻസിസ് മാത്യു അപ്പൻ 1996 മരിച്ചു. അമ്മ റോസമ്മ മാത്യു, അമ്മ മരിച്ചത് 2014. അപ്പം അമ്മയുടെ അവസാന ശുശ്രൂഷകൾക്കൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അപ്പൻ മരിച്ചു കഴിഞ്ഞാണ് ഞാൻ സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്നത് പോലും. എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾ 10 പേരുണ്ട്, 4 ആണും 6 പെണ്ണുങ്ങളും. അപ്പോൾ അവരെല്ലാം നോക്കുമ്പോൾ അവരെല്ലാം കൂട്ടായ്മയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ കാണുന്നു. വളരെ സന്തോഷത്തോടെ അവരും ജീവിക്കുന്നു. 1971 ബികോം പാസ്സായി ഹൈദരാബാദിലേക്ക് CA ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠനത്തിന് വേണ്ടി പോയി. അവിടുന്ന് ജോലിയിൽ ഹൈദരാബാദ് പട്ടണത്തിലൊരു 30 വർഷത്തോളം ഉണ്ടായിരുന്നു. ഞാൻ CAയുടെ പഠനം അത് പൂർത്തിയാക്കിയില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു ജോലി കിട്ടി, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ. അവിടുത്തെ ഓൾ ഇൻ ഓളായിട്ട് അവിടെ വളരെ നല്ലൊരു ജോലി, ധാരാളം ശമ്പളവും സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളും എല്ലാമുള്ള ഒരു നല്ല ജോലി. പക്ഷെ അവിടെ ഒരു ഏകാന്തതയുടെ ജീവിതം എനിക്ക് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഇതായിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക്. അന്നൊരു പക്ഷേ ഞാൻ പ്രൈവറ്റ് ജോലി റിസൈൻ ചെയ്യുമ്പം എനിക്ക് ഗവൺമെൻറ് ജോലി അതിൻ്റെ 1/3 ശമ്പളമേ അന്നവിടെ. അതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് അപ്പം അങ്ങനെ ആ കമ്പനിയിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഇരിക്കുമ്പോഴാണ് ദൈവവിളിയുടെ ഒരു തീക്ഷ്ണത തോന്നി റിസൈൻ ചെയ്ത്. 20 വർഷം അച്ഛൻ ജോലിയിൽ തുടരുമ്പോൾ പ്രായം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അപ്പം വിവാഹത്തെക്കുറിച്ച് അത്തരത്തിലുള്ള ചിന്തകളൊന്നും കടന്നു വരാതിരുന്നത് എന്നുള്ളത്? എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വിവാഹ ജീവിതത്തോട് ഞാൻ മറ്റെന്തോ എനിക്ക് വേണ്ടി കർത്താവ് ആക്കുന്നു എന്നുള്ളൊരു ഉൾബോധം എന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറി നിന്നു. ഞാൻ അതിനെ എതിർക്കുന്നതോ അല്ലെ അത് മോശമാണെന്നുള്ളതല്ല, പക്ഷേ അതല്ല, കുറച്ചുകൂടെ വിസ്തൃതമായ എന്തോ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നു എന്നുള്ളൊരു ഉൾബോധം എന്നിലുണ്ടായിരുന്നു. ഈ വൈദികനാകണം അല്ലെങ്കിൽ ഈ വൈദികനാകണമെന്നൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? അത് ഏതെങ്കിലും അനുഭവങ്ങളിലൂടെയാണോ അല്ലെങ്കിൽ വ്യക്തികളിലൂടെയാണോ? ആ ഒരു ചിന്ത അച്ഛനിലേക്ക് കടന്നു വന്നതും ശക്തിപ്പെട്ടതും ആ ഒരു സാഹചര്യം ഒന്ന് പറയാം. 2 മരണങ്ങൾ എന്നെ വാസ്തവത്തിൽ നിത്യതയെക്കുറിച്ച് ധ്യാനിക്കാൻ ഒരവസരമുണ്ടാക്കി. എൻ്റെ അപ്പൻ്റെ മരണം 1996 ഇത്ര രാജകീയമായിട്ടുള്ള സമാധാനവും സന്തോഷവും അനുഭവിച്ച ഒരു മരണം നമുക്ക് സങ്കല്പിക്കാൻ തന്നെ പ്രയാസമാണ്. അത്ര സുന്ദരമായ, അത് ക്യാൻസറായിരുന്നു, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു രോഗമായിട്ടും ആത്മീയ സന്തോഷത്തിലാണ് എൻ്റെ അപ്പൻ മരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് വലിയൊരു ഉൾക്കാഴ്ചയായിരുന്നു. കർത്താവിനോട് ആ മരണത്തിൽ കൂടി സംസാരിക്കുകയായിരുന്നു. ആ സന്തോഷകരമായിട്ടുള്ളൊരു മരണം, അതുകൊണ്ട് എനിക്ക് ദുഃഖത്തിലുപരിയായിട്ട് ആ മരണം വളരെ ആത്മീയ പ്രചോദനം തന്നു. അത് കഴിഞ്ഞുള്ള ഒരു മരണം അതെന്നെ അല്പം കൂടെ കൂടുതൽ കുലുക്കി. എൻ്റെ ഒരു സ്നേഹിതൻ ഹൈദരാബാദിലുണ്ടായിരുന്ന വളരെ അടുത്ത ഒരു സ്നേഹിതൻ, അവന് വളരെ എളുപ്പം മരിക്കുന്നു. അപ്പോൾ ഈ മരണത്തിനും രോഗത്തിനും ഇതെല്ലാം കണ്ടുപിടിക്കുന്ന അവസരങ്ങളിലുമെല്ലാം ഞാൻ മാത്രം കൂടെയുണ്ട്. കുടുംബാംഗങ്ങൾ പോലും അറിയില്ല. ആ അവസരത്തിൽ ആ ഒരു മരണത്തിൻ്റെ രോഗം കണ്ടുപിടിക്കുന്നത് മുതൽ മരണം വരെയുള്ള സമയങ്ങളിൽ ഈ സഹോദരനുമായിട്ട് ആത്മീയമായിട്ട് വളരെയധികം
അപ്പോൾ ഈ സഹോദരൻ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് പിന്നെ മരിക്കുന്നത്. ആ മരണം എന്നെ കൂടുതൽ, അതുവരെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പല പ്ലാനുകളും ഇട്ടിട്ടുണ്ട്, അത് തുടങ്ങണം ഇത് തുടങ്ങണം. പക്ഷെ അവിടെ നിന്നെല്ലാം മാറ്റി വേറൊരു തുടക്കത്തിലേക്ക് ഈ മരണം, ചെങ്ങന്നൂർ വെച്ചാണ് ആ സഹോദരൻ മരിക്കുന്നത്. ചെങ്ങന്നൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ട്രെയിൻ യാത്രയിലാണ് ഞാൻ ഈ സെമിനാരിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് അന്തിമമായ ഒരു തീരുമാനം എടുക്കുന്നത്. നമ്മുടെ യെസ് ലോഡ് പ്രോഗ്രാമിൻ്റെ ഒരു ഫലം ലഭിക്കുന്നത് ഇതേ ആശയക്കുഴപ്പത്തിലൂടെ, ഇതേ ഒരു ഡിലേമ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. എന്ത് തീരുമാനിക്കണം, അവർക്കൊരു വെളിച്ചം കിട്ടാത്ത അവസ്ഥയുണ്ട്. അവരെടുക്കാൻ പോകുന്ന തീരുമാനത്തിന് പിന്തുണ ലഭിക്കുമോ എന്ന ആശങ്കയുള്ളവരുണ്ട്. ഒരു ജോലി മേഖലയിൽ 5-10 വർഷമൊക്കെ ജോലി ചെയ്തതിന് ശേഷം സെമിനാരിയിലേക്ക് പോകുന്നു. ഈ സെമിനാരിയിൽ ഇവർക്ക് തുടരാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരുപാട് ഉത്കണ്ഠകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ദൈവപിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിയുകയും അതിനോട് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിയെ അവൻ്റെ എല്ലാ ബലഹീനതകളെയും അകറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി കടന്നു വരികയും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ വ്യക്തിയെ എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഒരുപാട് പേരുടെ അനുഭവം. പക്ഷേ ഈ മുൻ അനുഭവം ഇല്ലാത്തത് കൊണ്ട് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത കുറേ പേരുണ്ട്. പുറമേയുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റി നിർത്തി അച്ഛൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ തീരുമാനമെടുക്കാൻ അച്ഛനെ സഹായിച്ചത്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ തീരുമാനമെന്ന് അച്ഛൻ ഉറപ്പിച്ചത്, അതെങ്ങനെയാണ്? അത് കൃത്യമായി അതിൻ്റെ ആ ഒരു സൂക്ഷ്മമായിട്ട് അച്ഛൻ്റെ മാത്രം ഹൃദയത്തിൽ നടന്ന കാര്യമാണത്. അത് അച്ഛനും ദൈവത്തിനും മാത്രം അറിയുന്ന കാര്യമാണ്. ഇത് പലതും വലിയ രഹസ്യമുള്ള കാര്യവുമാണ്, നമുക്ക് അങ്ങനെ പബ്ലിക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യവുമല്ല. എങ്കിലും അച്ഛൻ്റെ ഒരു നമുക്ക് സാധ്യതയും സ്വാതന്ത്ര്യവും അനുസരിച്ച് അച്ഛൻ അതൊന്ന് പറയണം. അപ്പോൾ എനിക്ക് ബ്രദർ പറഞ്ഞ ആഴങ്ങളിലേക്ക് എനിക്ക് പോയി ഉത്തരം കൊടുക്കാൻ, ബ്രദർ പറഞ്ഞത് വളരെയധികം എന്നെ സ്പർശിച്ചത്, ധാരാളം ആൾക്കാർ അൺസർട്ടനിറ്റിയിലും കൺഫ്യൂഷനിലും ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെയും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ എനിക്ക് തോന്നുന്ന കർത്താവിന് ധാരാളമായി സഹായിച്ചിരുന്നു എൻ്റെ തീരുമാനത്തിലുപരിയായി. കാരണം ഇന്ന് ഞാൻ 15-20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഒരു തീരുമാനത്തിലുപരിയായിട്ട് കർത്താവിനാൽ നയിക്കപ്പെടുക. അപ്പം ഞാൻ അന്ന് ജോലി വിടുമ്പം 2 ബെഡ്റൂം, ഡൈനിങ് ഹാൾ, കിച്ചൺ ഇതെല്ലാമുള്ള സൗകര്യത്തിൽ നിന്ന് ഞാൻ സെമിനാരി പോകുമ്പം 20 ബ്രദേഴ്സ് ഒന്നിച്ച് കിടക്കുന്ന ഒരു ഡോർമെറ്ററി. അപ്പോൾ ഇതുപോലുള്ള, പക്ഷേ ഞാൻ ആ വലിയ വീടിൻ്റെ സൗകര്യത്തിൽ ഉപരിയായിട്ട് ഇത് ഞാൻ സന്തോഷിച്ചു. അന്നത്തെ എൻ്റെ റെക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, ബ്രദർ എങ്ങനെ അവിടെ ആ പിള്ളേരുടെ കൂടെ, കാരണം എനിക്ക് 50 വയസ്സ്, അവർക്ക് 15 വയസ്സ്, ആ പിള്ളേരുടെ കൂടെ എങ്ങനെ ബ്രദർ, എനിക്ക് എൻ്റെ മുറി പോലും ജീവിക്കാൻ പ്രയാസം വരുന്നു. പക്ഷേ ഞാൻ ആസ്വദിക്കുകയായിരുന്നു, ശരിക്കും ആസ്വദിക്കുകയായിരുന്നു കർത്താവിനാൽ നയിക്കപ്പെട്ട്. അപ്പം ബ്രദർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കറക്റ്റായിട്ട് ഉത്തരം പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളൊരു ഓറഞ്ച് ഭക്ഷിക്കുന്നു. ആ ഭക്ഷിക്കുമ്പോൾ ഓറഞ്ച് ഭക്ഷിച്ചിട്ടില്ലാത്ത ഒരാളോട് ഞാൻ എന്നാ ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ പുളിയുണ്ട്, മധുരമുണ്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പലതിനും ഉണ്ടല്ലോ. പക്ഷേ അവൻ ടേസ്റ്റ് ചെയ്യുമ്പോഴേ അവൻ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ടേസ്റ്റ്, ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഏറ്റവും ഭംഗിയായിട്ട് പറയാൻ അത് അവരുടെ ബോധ്യങ്ങളിലേക്ക്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും അത് ലോകത്തിന് പണം കൊടുത്താൽ കിട്ടുന്നതല്ല. അത് കർത്താവുമായിട്ടുള്ള ഐക്യത്തിൽ മാത്രം കിട്ടുന്നു ആ സന്തോഷം. അത് എന്നെ വലിയൊരു പ്രഭാഷകനാക്കിയോ എന്നെ വലിയൊരു പാട്ടുകാരനാക്കിയോ അതൊന്നും ആകണമെന്നില്ല, അണിയറയിലായിരിക്കാം. അപ്പോൾ ഈ ഒരു അനുഭവം ഞാൻ ബ്രദറിൻ്റെയും ഈ ടെലിവിഷൻ്റെയും ഓഡിയൻസിനോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, രുചിച്ച് നോക്കുക. ആ നിങ്ങൾ ഭക്ഷിച്ചിട്ടില്ലാത്ത അത് ഒന്ന് ഭക്ഷിച്ച് നോക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും ആ യൂത്തിൽ ധാരാളം ഇന്ന് ഒരു അൺസർട്ടനിറ്റിയിലും ഒരു കൺഫ്യൂഷനിലും ധാരാളമുണ്ട്. അപ്പം കർത്താവ് അവരെ ഒന്നും പിടിച്ച് കെട്ടത്തില്ല. നമ്മൾ ആ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാൻ ഒരു മനോഭാവത്തിൽ മുമ്പോട്ട് ചെന്നാൽ, അടുത്ത ഒരു ചുവട് വെച്ചാൽ 4 ചുവട് കർത്താവ് വയ്ക്കും.
ഈ ഹൈദരാബാദിലായിരുന്നു അച്ഛൻ ജോലി ചെയ്തിരുന്നത്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള അല്ലെങ്കിൽ എല്ലാ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിന് അനുയോജ്യമായ ഒരു നഗരം, സിറ്റിയാണ്. അതിൽ നിന്ന് അച്ഛൻ ജഗദൽപൂരിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അവിടെ എത്തിയതിന് ശേഷമാണ് സെമിനാരിയിൽ ചേരാനായിട്ട് തീരുമാനിക്കുന്നത്. ഇന്നും അച്ഛൻ അവിടെയാണ്, ജഗദൽപൂരിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം, ആ ഒരു കടന്നുവരവ്, സെമിനാരിയിലേക്കുള്ളൊരു പ്രവേശനം, ഇത്രയും ഏജായിട്ടും അച്ഛന് സെമിനാരിയിൽ പ്രവേശനം ലഭിക്കുന്നു, ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയായിരുന്നു? അതും എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു. ഹൈദരാബാദിലെ എൻ്റെ ഓഫീസേഴ്സിനും സുപ്പീരിയേഴ്സിനുമൊക്കെ ഞങ്ങൾ വളരെ സ്നേഹത്തിലും, എന്നെ അവിടുന്ന് വിടാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. അപ്പം ഞാൻ എൻ്റെ ഈ സുഹൃത്തിൻ്റെ മരിച്ചടക്ക് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഹൈദരാബാദിലെത്തുമ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം വലിയ പ്രയാസം, അവരുടെ മുഖത്തെല്ലാം വലിയ പ്രയാസം. അപ്പം ഞാൻ ചിന്തിക്കുക, ഇതെന്തുകൊണ്ട് അവരിങ്ങനെ ചിന്തിക്കുന്നു? കാരണം എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ എൻ്റെ മേശപ്പുറത്തിരിപ്പുണ്ട്. അതെനിക്കറിയില്ല, അവർക്കറിയാം. അതെന്നെ ഒരു കുഗ്രാമത്തിലേക്ക്, ഒരു മൈനിലേക്ക്, ഒരു പുരോഗതിയില്ലാത്ത ഹൈദരാബാദ് പോലുള്ളൊരു സിറ്റിയിൽ നിന്ന്. അപ്പോൾ ഇവർ വിചാരിച്ചു ഞാനത് കേൾക്കുമ്പം വളരെയധികം ദുഃഖിക്കും. പക്ഷെ ഞാൻ ആ യാത്രയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ അവിടേക്ക് എന്നെ നയിച്ചത് ഈ വലിയ ബഹളത്തിൽ നിന്ന് ഒരല്പ ഏകാന്തതയിലേക്ക്, അല്പം ചുരുങ്ങിയ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് കർത്താവ് എന്നെ നയിച്ചു. അവിടെ ഞാൻ എത്തുന്നത് ഒരു ഓഗസ്റ്റ് 18 1999. ആ ദിവസം ഞങ്ങളുടെ അവിടുത്തെ ബിഷപ്പ് മാർ സൈമൺ സ്റ്റോക്ക് പാലാത്തറ അവിടെ കാനോനിക്കൽ വിസിറ്റിന് അവിടെ വന്നു. 5 വർഷങ്ങൾക്ക് ശേഷം കാനോനിക്കൽ വിസിറ്റ്. അപ്പോൾ അങ്ങേര് വന്നിട്ട് അങ്ങേരോട് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അങ്ങേരോട് ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ ഒരു പുരോഹിതനാകാൻ വേണ്ടിയുള്ളൊരു ജീവിതമല്ല, പ്രാർത്ഥനാ ജീവിതമല്ല ഇങ്ങനെ. പക്ഷേ ഇപ്പം എൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം വരുന്നു. പിതാവ് പ്രാർത്ഥിക്കുന്ന പിതാവാണ്. പിതാവ് അത് കേട്ടിരുന്നതല്ലാതെ വേണമെന്നോ വേണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അതിന് ശേഷം പിതാവ് പ്രാർത്ഥിച്ചിട്ടായിരിക്കാം, അന്വേഷിച്ചിട്ടായിരിക്കാം, പിതാവ് എന്നെ ശക്തിപ്പെടുത്തുകയായിരുന്നു. വരൂ, ഇതൊന്നും സാരമല്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലേക്ക് പിതാവ് എന്നെ ശക്തി തന്നു. അതേ ആ ശക്തി തരൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടി. അച്ഛൻ ഒത്തിരി സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ആദ്യം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്തു. അതിനുശേഷം ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് വന്നു. ഇത് കൂടാതെ ഒത്തിരി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഒത്തിരി ഉത്തരങ്ങൾ അച്ഛന് പറയണം. എന്തുകൊണ്ട് ഇത്ര വൈകി ഇങ്ങനെ ഒരു തീരുമാനം? അവരോട് എന്ത് മറുപടി പറഞ്ഞാണ്, അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്കും പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു കാണും, അതിനോടൊക്കെ എന്ത് മറുപടിയാണ് അച്ഛൻ അവരോട് പറഞ്ഞത്? ബൈജു ചോദിച്ച ആ ചോദ്യം വളരെ റിലവൻ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം പലരുടെയും പ്രതികരണം പലതരത്തിലായിരുന്നു. ഇത് വേണോ, അല്ലെങ്കിൽ ഒരു എസ്കേപ്പിസമാണോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് വന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരുപക്ഷെ എൻ്റെ തീരുമാനം വളരെ ശക്തമായിട്ടുള്ള, അതിനെ തടഞ്ഞു വെക്കാൻ, ഞങ്ങളുടെ പിതാവ് പോലും, അന്നത്തെ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ബ്രദർ ജോലി രാജിവെക്കണ്ട, അവിടെ വന്ന് 1 വർഷം ജീവിച്ച് ചുറ്റുപാടൊക്കെ മനസ്സിലാക്കിയിട്ട് ജോലി രാജിവെച്ചാൽ മതി. കാരണം പിതാവ് എന്നെക്കുറിച്ച് ചിന്തിച്ചു. അപ്പം ഞാൻ ഉത്തരം പറഞ്ഞത് ഇതാണ്, പിതാവ്, എനിക്ക് ജോലി നഷ്ടപ്പെട്ടാൽ സാരമില്ല, പിതാവിന് 1 വർഷം എന്നെ നോക്കിയിട്ട് യോഗ്യനാണെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ പിതാവ് ചിരിച്ചു. പിതാവ് ചിരിച്ചു. ഒരുപക്ഷെ പിതാവ് മനസ്സിലാക്കിയ എൻ്റെ തീരുമാനം ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിയപ്പം പിതാവും പിന്നെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിതാവ് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. സെമിനാരിയിൽ അച്ഛൻ 15, 18, 17 ഒക്കെ വയസ്സുള്ള 10th കഴിഞ്ഞവരും +2 കഴിഞ്ഞവരുടെയൊക്കെ കൂടെയാണ് അച്ഛൻ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ അച്ഛന് അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ആ ഒരു സെമിനാരി കാലഘട്ടത്തിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അന്നത്തെ പ്രയാസങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് അച്ഛന് ഒത്തുപോകാൻ സാധിച്ചത് എങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞ മൈനർ സെമിനാരിയിൽ 10-20 ബ്രദേഴ്സിൻ്റെ കൂടെ ഒന്നിച്ച് കിടക്കുമ്പോഴും ഞാൻ കാണുന്നത് ഭാവി വൈദികരുടെ കൂടെ ഞാനവിടെ പങ്കുവയ്ക്കുന്നു.
അതൊരു സൗഭാഗ്യമായിട്ട് മാത്രം ഞാൻ കണ്ടുള്ളൂ. അതുപോലെ തന്നെ ശിക്ഷണത്തിൽ ഒരുപക്ഷെ പലയിടത്തും എന്നേക്കാളും പ്രായം കുറഞ്ഞവരാണ് എൻ്റെ റെക്ടറും ഫോർമേഷേഴ്സൊക്കെ. പക്ഷേ അവരിൽ നിന്നൊന്നും ഒരു പ്രയാസവും അതേസമയം ഒത്തിരി സന്തോഷവും സമാധാനവും ആ സമയങ്ങളിൽ പോലും കിട്ടിയിരുന്നു. എനിക്കതിനെക്കുറിച്ച് യാതൊരു ആകുലതയോ ഉത്കണ്ഠയോ സാമ്പത്തികമായിട്ടോ അതുപോലെ തന്നെ പക്ഷേ പഠന കാര്യങ്ങളിലൊക്കെ പിള്ളേരെ പോലെ ഓർത്തിരിക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷേ അത് അധികാരികൾ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ എനിക്ക് വ്യക്തമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് അച്ഛൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട്, ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ആ ആന്തരിക മനുഷ്യൻ ഒരു കുട്ടികളുടെ കൂടെ ഇങ്ങനെ കഴിയേണ്ടി വരുമ്പോൾ ഒരുപാട് ഞെരുങ്ങുന്നുണ്ട്. ആ ഞെരുക്കത്തിൻ്റെ അല്ലെങ്കിൽ ആ മുറിയപ്പെടലിൻ്റെ ഒക്കെ ഒരു അവസ്ഥയിലൂടെ അച്ഛന് കടന്നു പോകാൻ എങ്ങനെ സാധിച്ചു? അതൊരു ദൈവത്തിൻ്റെ ഒരു ശക്തമായൊരു സാമീപ്യമില്ലാതെ കടന്നു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ദൈവ സാമീപ്യം, ദൈവത്തിൻ്റെ ഒരു കരുതൽ, ഒരു തലോടൽ ഒക്കെ അനുഭവിച്ച മുഹൂർത്തങ്ങൾ അച്ഛനൊന്ന് പങ്കുവയ്ക്കാം. ധാരാളമായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ബ്രദർ പറഞ്ഞ പോലെ 15 വയസ്സുള്ള എൻ്റെ മക്കളാകാൻ പ്രായമുള്ള, ഒരുപക്ഷെ കൊച്ചുമക്കളാകാൻ പ്രായമുള്ള അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അവരെനിക്ക് ഒത്തിരി സപ്പോർട്ട്. ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെനിക്ക് വേണ്ടി ചെയ്യുന്നു. ആ സ്നേഹത്തിൻ്റെ അനുഭവം ഒക്കെ കൂടുതൽ ആഴത്തിൽ ഞാൻ അനുഭവിച്ചിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മേജർ സെമിനാരിയിൽ ഉജ്ജയിനിൽ തിയോളജി പഠിക്കുമ്പം എൻ്റെ ഒരു വർഷം സീനിയറാണ് ഇപ്പോഴത്തെ പിതാവ്, പ്രിൻസ് പാണങ്ങാടൻ പിതാവ്. അപ്പോൾ എനിക്ക് അന്ന് നട്ടെല്ലിനൊക്കെ നല്ല പ്രോബ്ലം ഉണ്ട്, ഡിസ്ക് പ്രോബ്ലം ഉണ്ട്, ഇരിക്കാൻ മേല, നിൽക്കാൻ മേല, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അന്ന് എൻ്റെ സീനിയർ ബ്രദറായിട്ടുള്ള പ്രിൻസ് പാണങ്ങാടൻ പിതാവ് എൻ്റെ അടുത്ത് പറയുന്നത്, ബ്രദർ അന്ന് തണുപ്പുണ്ട്, സോക്സ് ഇടണം, സോക്സ് ഇടാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ രാവിലെ വന്ന് ബ്രദറിന് സോക്സ് ഇട്ട് തരാം. അതുപോലെ വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വന്ന് തരാം. അപ്പം ഞാൻ പ്രിൻസ് പാണങ്ങാടൻ പിതാവിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇതായിരുന്നു എനിക്ക് അവിടെ കിട്ടിയ സഹകരണങ്ങൾ, അധികാരികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എല്ലാം. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് വന്നില്ല. സമ്പത്തിൻ്റെ കാര്യത്തിനകത്തും പൂർണ്ണമായിട്ട് ഞാൻ വിട്ടിട്ട്, സമ്പത്തും സ്നേഹബന്ധങ്ങളും എല്ലാം പൂർണ്ണമായി വിട്ട്. ചില യാത്രയ്ക്ക് എൻ്റെ കയ്യിൽ പണം പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. പക്ഷേ ഈ പ്രവാചകന് ആ കാക്ക കൊണ്ട് കൊടുത്തതുപോലെ വേണ്ടതിലധികം പണവും കാര്യങ്ങളുമെല്ലാം ആ സമയങ്ങളിൽ ആരിൽ കൂടിയെങ്കിലും എനിക്ക് എത്തിച്ചിരുന്നു. അച്ഛാ, ഈ സെമിനാരി പഠനത്തിന് ശേഷം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന തിരുപ്പട്ടം വരികയാണ്. തിരുപ്പട്ടത്തിൻ്റെ ദിവസം ഏറ്റവും പ്രിയപ്പെട്ട പിതാവ് പപ്പ അച്ഛൻ്റെ കൂടെ ഇല്ല, പക്ഷെ അമ്മയും മറ്റ് സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്. ആ തിരുപ്പട്ടത്തിൻ്റെ ദിവസത്തെ അച്ഛൻ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിലാദ്യം എനിക്ക് തോന്നിയത് ആകാശപ്പറവുകളുടെ അങ്ങനെ എവിടെയും അവരുടെ കൂടെ ഒരു പട്ടം അനുഭവം, ഏറ്റവും ലളിതമായിട്ടുള്ള. പക്ഷേ എനിക്ക് തോന്നി ലോകം മറ്റ് ഒരു കാഴ്ചപ്പാടും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സുമൊക്കെ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ഒരു പട്ടം കൂടെയായിരുന്നു. ഞാൻ ആരും വിളിച്ചില്ല. ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവ് അവരെ നയിക്കപ്പെട്ടു. കാരണം പിതാവിൻ്റെ പരിചയത്തിൽ, എൻ്റെ അപ്പൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരാണ് കൂടുതലും. കാരണം ഈ നാട്ടിൽ എനിക്ക് വലിയ പരിചയക്കാരില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കർത്താവ് നയിക്കുന്ന ഒരനുഭവം. ആ തിരുപ്പട്ടത്തിന് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ ഇതാണ്, ഈ പട്ടം എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചോറോ കറിയോ ഒന്നും നോക്കണ്ട, പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുക. അപ്പോൾ അങ്ങനെ അവർ 9 പേരും, മക്കളും കൊച്ചുമക്കളും കുടുംബം, അവരെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ ശക്തിപ്പെടുത്താൻ. അന്ന് അമ്മയുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ അന്ന് എത്രമാത്രം ഒരു സന്തോഷമുണ്ട്? അമ്മയ്ക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ് ഇത്. കാരണം ആരോ അമ്മയെ അച്ഛൻ്റെ അമ്മയെന്ന് വിളിച്ചു. അപ്പോൾ ആ വിളി അമ്മയ്ക്ക് ഏറ്റവും വലിയ ബഹുമതിയായിട്ട് മാറി. അപ്പോൾ ആ തിരുപ്പട്ടത്തിൻ്റെ ദിവസം അമ്മ എന്നോട് പറഞ്ഞു, മനെ നിന്നോട് അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ നീ എന്ന് വിളിച്ചിട്ടില്ല, അച്ഛനെ വിളിക്കൂ, ഒരു കാര്യം പറയാനുണ്ട്.
ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മരണത്തിനും ആ കർമ്മങ്ങൾക്കും മകനുണ്ടായിരിക്കണം. അതായിരുന്നു അമ്മച്ചിയുടെ ആഗ്രഹം അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അന്ന് ഉണ്ടായിരുന്നു. ആ കർമ്മങ്ങളെല്ലാം അമ്മച്ചിയുടെ മരണം ഞങ്ങളെല്ലാവരും കൂടെ കുർബാന ചൊല്ലി അമ്മച്ചി മരിച്ചു. രോഗീലേപനങ്ങളും എല്ലാം കൊടുത്ത ഒരു സന്തോഷത്തിൻ്റെ, അത് മാതാപിതാക്കളുടെ രണ്ടുപേരുടെയും മരണം സന്തോഷത്തിൻ്റെ മരണമായിരുന്നു. 2008 തിരുപ്പട്ടം സ്വീകരിച്ചതിന് ശേഷം ഇപ്പോൾ എത്രമാത്രം ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട്? ഏതൊക്കെ പ്രവർത്തന മേഖലകളിലൂടെ ഈ കാലഘട്ടങ്ങളിൽ അച്ഛൻ കടന്നു പോയിട്ടുണ്ട്? ഞാൻ ആദ്യത്തെ വർഷം എൻ്റെ ഒരു വർഷത്തേക്ക് അപ്പോയിൻമെൻറ്റ് ഒരു പാരിഷിലെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞപാടെ പിതാവ് എന്നെ സെമിനാരിയിലേക്ക്, ഫോർമേഷനിലേക്ക് സ്പിരിച്വൽ ഫാദറായിട്ട് എന്നെ വിളിച്ചു. അവിടെ 8 വർഷം ഞാൻ സേവനം അനുഷ്ഠിച്ചു. അങ്ങനെ 8 1 9. അത് കഴിഞ്ഞുള്ള ഈ 3 വർഷം ഇപ്പം ഞാൻ ബിഷപ്പ് ഹൗസിൽ അവിടെ ഒരു നിത്യാരാധനയുണ്ട്. അപ്പോൾ ആരാധനയ്ക്ക് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അവരെയൊക്കെ ഒന്ന് കേൾക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പിന്നെ കുമ്പസാരക്കാരനായിട്ട് അവിടെ പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അണിയറയിലുള്ള നിശബ്ദമായിട്ടുള്ള സേവനങ്ങളാണ് കൂടുതലും അനുഷ്ഠിക്കുന്നത്. മറ്റൊരു കാര്യം, അച്ഛനിപ്പം നേരത്തെ പുസ്തകങ്ങളിലൂടെ, ചിന്തകളിലൂടെ ഒക്കെ പലവിധ ചിന്താധാരകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചതിന് ശേഷമാണ് ദൈവഹിതം തിരിച്ചറിയുന്നത്. ഇന്നും നമ്മുടെ തലമുറ ഒരുപക്ഷെ ദൈവഹിതം തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു. ചിലരെങ്കിലും അത് അവഗണിക്കുന്നു. ചിലരെങ്കിലും ഇത് അറിഞ്ഞിട്ടും കുടുംബത്തിൻ്റെ എതിർപ്പ് മൂലമോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ മൂലമോ ഒക്കെ ദൈവവിളി സ്വീകരിക്കാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവരോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഈ ദൈവവിളി അല്ലെങ്കിൽ തങ്ങൾക്ക് ശരിക്കും ദൈവത്തിൻ്റെ കോളുണ്ടോ, അല്ലെങ്കിൽ തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്, ഇത് എളുപ്പത്തിൽ കണ്ടെത്താൻ അല്ലെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ എന്ത് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെ പരിശ്രമിക്കണം? അച്ഛൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ്? എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ ഞാൻ എന്ന് എൻ്റെ ബുദ്ധി, എൻ്റെ ബോധ്യങ്ങൾ ഇത് ഞാൻ എന്ന് സറണ്ടർ ചെയ്തോ, എന്ന് ഞാൻ സമർപ്പിച്ചോ, അന്ന് കർത്താവിൻ്റെ ആ പ്രചോദനം, കർത്താവിൻ്റെ ആ നയിക്കൽ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ പട്ടമെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ ചിന്തിച്ചത് ഇനിയും പുസ്തകങ്ങളൊന്നും വായനയില്ല, ബൈബിൾ മാത്രം. നമ്മൾ ആദ്യം ദൈവവചനത്തിൽ തന്നെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി തിരയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൗൺസിലറുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ, ഈവൻ മാതാപിതാക്കളുടെ അടുത്ത് പോലുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ കുറിച്ചുള്ള ഒരു പദ്ധതി, ദൈവഹിതം തിരയേണ്ടത്. അത് സുവിശേഷത്തിലാണ്. ബൈബിളിലൂടെ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ശരിക്കും. ചെയ്യുമെന്ന് പ്രേക്ഷകർക്ക് അത് പ്രത്യേകിച്ച് ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലൂടെ പോകുന്ന യുവജനങ്ങൾക്ക് അച്ഛൻ്റെ ഉത്തരം വളരെയധികം സഹായിക്കും തോന്നുന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി തരുന്ന, ആനന്ദം തരുന്നത് എന്താണ്? ദൈവവുമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയാണോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നതാണോ? എന്താണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഒരു ആനന്ദം, സംതൃപ്തി തരുന്ന കാര്യം? ബൈജു പറഞ്ഞത് അത് ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാനതിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുദാശ ജീവിതം തന്നെയാണ്. കുദാശകളിൽ കുമ്പസാരം എന്നുള്ള കുദാശ, കാരുണ്യത്തിൻ്റെ കുദാശ. അപ്പോൾ ഈ കുദാശ വളരെ ശക്തമായിട്ട് കർത്താവ് എന്നിൽ കൂടി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ചില കുമ്പസാരങ്ങൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കുമ്പസാരമാണ്. അപ്പോൾ ഈ കുമ്പസാരം കഴിഞ്ഞ് ചിലപ്പോൾ ഇവർ ബോധം കെട്ട് വീഴുന്നു, ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല മാറ്റങ്ങളുടെ ഒരു മേഖല ഞാൻ അവിടെ കാണുന്നു. പക്ഷേ ഈ കുമ്പസാരം എന്നുള്ള കുദാശ കുമ്പസാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കാരണം കുർബാന പൂർണ്ണമാക്കാൻ ഈ കുമ്പസാരം എന്നുള്ള കുദാശയും കൂടെ വേണം. നമ്മൾ ആ ധൂർത്തുപുത്രൻ്റെ ഉപമയിൽ അവൻ വരുമ്പം തന്നെ കുമ്പസാരിച്ചിട്ട് വരുന്ന പോലെയാണ്, ഞാൻ യോഗ്യനല്ല എന്നൊക്കെയാണ്. അതുപോലെ സക്കയൂസിൻ്റെ ജീവിതത്തിലും അവൻ കുമ്പസാരിച്ചിട്ടാണ് ഈ ഞാൻ എൻ്റെ ആരെയും വഞ്ചിച്ചിട്ടുണ്ട്, പകുതി സ്വത്ത് 4 ഇരട്ടി പകുതി സ്വത്ത് കൊടുക്കുന്നു, 4 ഇരട്ടി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സദ്യയിലേക്ക്, കുർബാനയിലേക്ക് പോകുന്നത്. ഈ ഒരു അനുഭവം എനിക്ക് ശക്തമായിട്ട് കർത്താവ് എന്നിൽ കൂടി പ്രവർത്തിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവിടെ ഒരു കുമ്പസാരക്കാരനായിട്ടാണ് കൂടുതലും
ഞാനവിടെ ഈ കുമ്പസാരം എന്നുള്ള കുദാശപരമായിട്ടും അല്ലാതെ വരുന്ന വ്യക്തികൾ ഒരു കഴുകലിൻ്റെ ഒരു ഇതിലേക്ക് ഈ ഒരു അനുഭവം കർത്താവ് ശക്തമായിട്ട് തരുന്നുണ്ട്. പിന്നെ ബൈബിൾ വായന, മറ്റു കുദാശകൾ, ഇതെല്ലാം മറ്റു കുദാശകൾ ഞാൻ കൂടുതൽ ഈവൻ വീടുകളിലാണെങ്കിൽ പോലും മാമോദീസായോ അല്ലെന്നൊരു കല്യാണമോ ഇതിനകത്തൊന്നുമെല്ലാം ഞാൻ പുറമോട്ട്, കാരണം എനിക്ക് അതിനുള്ള ഒരു ബാഹ്യമായ പ്രകടനത്തിൻ്റെ മേഖലയിൽ കർത്താവ് എന്നെ ശക്തിപ്പെടുത്തുന്നില്ല, എന്നെ ദുർബലനാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിന്ന് മാറി നിന്ന് ഈ അണിയറയിലുള്ള കുമ്പസാരം, കൗൺസിലിങ്, സംസാരം, പ്രാർത്ഥന, അപ്പോൾ ഈ മേഖലകളിൽ കർത്താവ് കൂടുതൽ വളർത്തുന്നുമുണ്ട്. അച്ഛാ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവലാതിപ്പെടുന്നത് പിശാചാണ്. നമുക്ക് ആത്മീയ മേഖലയിൽ ആഴപ്പെടുന്നവരൊക്കെ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അച്ഛൻ ദൈവഹിതം തിരിച്ചറിയാൻ വൈകിപ്പോയതൊരു പക്ഷേ പിശാചിൻ്റെ പ്രവൃത്തിയാണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയും വ്യാഖ്യാനിക്കാം. അപ്പോൾ അച്ഛൻ ഇത് തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റാൻ തുടങ്ങുമ്പോൾ അവനത് തടയാനായിട്ട് ശ്രമിക്കും. മറ്റുള്ളവരുടെ എതിർപ്പുകളിലൂടെയാകാം, ഒരുപക്ഷെ നല്ല ഓഫറുകൾ, ഇതിനേക്കാൾ മികച്ച സാഹചര്യങ്ങൾ, ഓഫറുകൾ വന്നുകൊണ്ടാകാം. ഇനി അതിനെയൊക്കെ മറികടന്ന് ദൈവഹിതം നിറവേറ്റാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അച്ഛൻ പുരോഹിതനാകാൻ ശ്രമിക്കുന്നു, ശ്രമത്തിനൊടുവിൽ പുരോഹിതനായി കഴിഞ്ഞു. അപ്പോൾ അത് വേറൊരു തലമാണ്, മറ്റൊരു ആത്മീയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ആ തലത്തിൽ തുടരുകയും ഏറ്റവും പ്രശ്നമുള്ള മേഖലയാണ് കുമ്പസാരം. മറ്റ് വലിയ ഇപ്പം ഒരു തിന്മയുമായി ഒരു ഡയറക്റ്റ് ഫൈറ്റ് ഇല്ലാത്ത മറ്റ് പൗരോഹിത്യത്തിൻ്റെ തന്നെ മറ്റ് ശുശ്രൂഷ മേഖലകളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി ആത്മാക്കളെ നേടിയെടുക്കുന്ന, ദൈവവുമായി മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന, തിന്മയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പ്രവൃത്തിയാണ് കുമ്പസാരം. ഇതിൽ തുടരുമ്പോൾ തീർച്ചയായിട്ടും ഈ തിന്മയുടെ ആക്രമണങ്ങളും ശല്യങ്ങളും ഒക്കെ അച്ഛനൊരു പക്ഷേ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളിലൂടെ അച്ഛൻ കടന്നു പോയിട്ടുണ്ടോ? ബൈജു പറഞ്ഞ പോലെ പിശാച് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒന്നും അല്ലായിരിക്കും പ്രവർത്തിക്കുന്നത്. പിശാച് എന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. എൻ്റെ ബോധ്യങ്ങൾ, എൻ്റെ പിടിവാശികൾ, ഇതെല്ലാം പിശാചുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ അന്ധകാര ശക്തി, എന്നെ തടയുന്ന അന്ധകാര ശക്തിയായിരുന്നു. പക്ഷേ അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 16:24 മുതൽ കർത്താവ് പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് തന്നെ ത്യജിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ത്യജിക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരുന്നു. കാരണം ഞാൻ എന്നെ തന്നെ വലിയ ഇതിലേക്ക് ഒരു കണ്ണാടി മാളികയിൽ ഞാൻ എന്നെ പ്രതിഷ്ഠിച്ച് ഒരു യാത്രയായിരുന്നു. ആ കണ്ണാടി മാളിക ഉടച്ചു കർത്താവ്. എൻ്റെ പിടിവാശികൾ, എൻ്റെ താല്പര്യങ്ങൾ, ഇവിടെ വരുമ്പോഴും ഇന്നൊന്നും ചെയ്യണമെന്ന് യാതൊരു പ്ലാനും ഇല്ല. വരുന്നത് വെച്ച് കാണുന്നു, പോകുന്നു. അങ്ങനെ ഒരു ജീവിതയാത്ര കർത്താവിൻ്റെ പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് കർത്താവ് നയിക്കുന്നതിലേക്ക്. അപ്പം ആ ഒരു സംതൃപ്തി, അങ്ങനെ പിശാച് എന്ന് നമ്മൾ പറയാം, ഈ ബോധ്യങ്ങളും ഈ ചിന്തകളും ഈ ആധുനിക കാഴ്ചപ്പാടുകളും ഇതൊക്കെ, പക്ഷേ അതിനെയെല്ലാം മറ്റൊരു പ്രകാശം, കർത്താവിൻ്റെ പ്രകാശം എന്നെ അതിനകത്തുനിന്നെല്ലാം വിമുക്തമാക്കാൻ സഹായിക്കുന്നു. ഇന്ന് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛാ, നമ്മുടെ ഈ ഒരു യെസ് ലോഡ് പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും സമയം അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിലൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ചെറുപ്പക്കാർക്ക്, ഈ ഒരു കൺഫ്യൂഷൻസിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാർക്ക് വലിയ ഒരു വെളിച്ചം കിട്ടിക്കാണും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ മേഖലയിൽ എത്തിയതിന് ശേഷവും തങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും. ആ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ബാക്കിയുള്ളത് ദൈവം ചെയ്തുകൊള്ളും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളോട് നമുക്ക് മനസ്സിലായത്. ഒത്തിരിയധികം നന്ദിയുണ്ട്. ഒപ്പം അച്ഛൻ ഇനിയും ഒരുപാട് പേർക്ക്, ഒരുപാട് ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ തിരുഹൃദയവുമായിട്ട് ഒന്നിപ്പിക്കാൻ അച്ഛന് സാധിക്കട്ടെ. ഒരുപാട് ആത്മാക്കളെ അവരുടെ വേദനയും കണ്ണുനീരും ഒക്കെ കേട്ട് ആശ്വസിപ്പിച്ച് സ്വർഗത്തിലേക്ക് നേടിയെടുക്കാൻ അച്ഛന് സാധിക്കട്ടെ. അച്ഛൻ്റെ ശുശ്രൂഷ ഒരു തടസ്സങ്ങളുമില്ലാതെ ഏറ്റവും മനോഹരമായിട്ട് ദൈവത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടെ, അഭിഷേകത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഷെഖൈന ടെലിവിഷൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു.